ഹായ് ഓൾ, സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ചാപ്റ്ററായിട്ട് കാണുന്ന ഭാഗമാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളതല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. എത്ര എണ്ണമാണ് പാർട്സ് ഓഫ് സ്പീച്ച് ഉള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 8 എണ്ണമാണുള്ളത്. ഏതൊക്കെയായിരുന്നു? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇങ്ങനെ 8 എണ്ണമാണ് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത്. ഇതിൽ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് അല്ലേ. നൗൺ, നാമം, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഒക്കെ അതിന് നമ്മൾ കൊടുക്കുന്ന പേര്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ഈ നൗൺ, ഒരു നൗൺ തന്നു കഴിഞ്ഞാൽ ആ നൗൺ എങ്ങനെയുള്ളതാണ് എന്ന്, അല്ലെങ്കിൽ ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ്, മലയാളത്തിൽ നമ്മൾ അതിനെ നാമവിശേഷണം എന്ന് പറയും. ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതും പാർട്സ് ഓഫ് സ്പീച്ചിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അഡ്ജക്റ്റീവ്സിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 അഡ്ജക്റ്റീവ്സിൻ്റെ ഉപയോഗം എന്താണ്? ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഈ അഡ്ജക്റ്റീവ്സ് ആണ്. ഇവയുടെ ഉപയോഗം എന്താണ്, ആരുടെ കൂടെയാണ്, എങ്ങനെയാണ്, എന്താണ് ഇവരുടെ അർത്ഥം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. വേർഡ് യൂസ്ഡ് ടു ക്വാളിഫൈ എ നൗൺ, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മളവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിരാട് കോഹ്ലി ഈസ് എ വണ്ടർഫുൾ ക്രിക്കറ്റർ. വിരാട് കോഹ്ലി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ക്രിക്കറ്ററാണ്? അദ്ദേഹം എന്താണ്? ഒരു വണ്ടർഫുൾ ക്രിക്കറ്ററാണ്. സോ ഇവിടെ ആ ക്രിക്കറ്റർ എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് വണ്ടർഫുൾ എന്നുള്ളത്. സോ വണ്ടർഫുൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്? അതൊരു അഡ്ജക്റ്റീവാണ്. ലക്ഷ്മി ഈസ് എ ഗുഡ് ഗേൾ. ലക്ഷ്മി എന്ന് പറയുന്നത് ഗുഡ് ആയിട്ടുള്ള നല്ല ഒരു പെൺകുട്ടിയാണ്. സോ ഇവിടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് ഗുഡ് എന്നുള്ളത്. സോ ഗുഡിനെയും നമ്മൾ എന്ത് പറയുന്നു? ഇതൊരു അഡ്ജക്റ്റീവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ തന്നു കഴിഞ്ഞാൽ അതിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, പല പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 6 പേര് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ കാണുന്ന ഒരു 6 പേരാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. 6 പേരുണ്ടല്ലേ. ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ദെൻ വരുന്ന 3 പേരെന്ന് പറയുന്നത് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. എന്താണ് ഇവയുടെ ഉപയോഗം? ഈ 6 അഡ്ജക്റ്റീവ്സിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഇവരെ പറ്റി ഓർത്തിരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരുടെ കൂടെയാണ്, എങ്ങനെയുള്ള നൗൺസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ ഉപയോഗിക്കുന്നത് എന്നാണ് ആദ്യത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ആദ്യത്തെ 3 പേര് എന്ന് പറയുമ്പോൾ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇത് 3 പേരും നമ്മൾ എപ്പോഴും അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പം ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഈ 3 അഡ്ജക്റ്റീവ്സിനെയും നമ്മൾ എങ്ങനെയുള്ള നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്? അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രം, എണ്ണാൻ സാധിക്കാത്ത നൗൺസിന്റെ കൂടെ മാത്രം. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 പേര് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, ഇവരെ 3 പേരെയും നമ്മൾ ആരുടെ കൂടെയായിരിക്കും ഉപയോഗിക്കുന്നത്? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം ഇവരെ 6 പേരെയും പറ്റി ഓർത്തിരിക്കേണ്ടത് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഇത് 3ഉം അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണെങ്കിൽ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇത് 3ഉം നമ്മൾ ഉപയോഗിക്കേണ്ടത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ഇനി അടുത്തത് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് ഇവരുടെ മീനിങ്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം ലിറ്റിൽ എന്ന് പറയുന്ന ആദ്യത്തെ ആളും
അടുത്ത സെക്ഷനിലുള്ള ഫ്യൂ എന്ന് പറയുന്ന ആളും. ഇവർ രണ്ടുപേരും എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഇവർ രണ്ടുപേരും നെഗറ്റീവാണ്, നെഗറ്റീവ് വേർഡ്സ് ആണ്. എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരു നൗണിന്റെ മുൻപിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെയില്ല, ഹാർഡ്ലി എനി എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏത് അഡ്ജക്റ്റീവ്സിനെ ഉപയോഗിക്കുന്നത്? ലിറ്റിലിനെയും ഫ്യൂവിനെയും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് എ ലിറ്റിലിനെയും എ ഫ്യൂവിനെയും ആയിരിക്കണം. ഇനി അടുത്ത രണ്ടുപേരാണ് ദ ലിറ്റിലും ദ ഫ്യൂവും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണോ ഉള്ളത് അത് മുഴുവൻ, അവശേഷിക്കുന്നത് എത്രയായിരുന്നോ അത് മുഴുവൻ, ഉണ്ടായിരുന്നത് മുഴുവൻ, എത്രത്തോളമാണോ അത്രത്തോളം. ഈ അർത്ഥങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ് ദ ലിറ്റിലും ദ ഫ്യൂവും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി, ആരുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു, അവരുടെ മീനിങ്ങും പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൺലി ഡാഷ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ ക്ലാസ് എന്നുള്ളതാണ്. ഓൺലി ഡാഷ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ ക്ലാസ്. ഇവിടെ ആരുടെ കൂടെയാണ് നമ്മൾ ഈ 6 പേരിൽ ഒരാളെ ചേർക്കേണ്ടത്? സ്റ്റുഡൻസ് എന്നുള്ള നൗണിന്റെ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അല്ലെ, കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണ് ഉപയോഗിക്കേണ്ടത്. കാണുമ്പോഴേ നമുക്കറിയാം സെന്റൻസിന്റെ മീനിങ് എന്തായിരിക്കും. ഓൺലി എന്ന് പറയുമ്പോൾ അത്രയും കുറച്ചു കുട്ടികൾ മാത്രം എന്നുള്ള മീനിങ് വരുന്നുണ്ടല്ലേ. സോ കുറച്ചു കുട്ടികൾ മാത്രമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ കുറച്ച് എന്നുള്ള മീനിങ് വരണമെങ്കിൽ നമ്മളിവിടെ ആരെ ഉപയോഗിക്കണം? എ ഫ്യൂ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ ക്ലാസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഹി സെൻഡ് ഹിസ് ബുക്ക് ടു ഡാഷ് പബ്ലിഷിംഗ് കമ്പനീസ്. ഹി സെൻഡ് ഹിസ് ബുക്ക് ടു ഡാഷ് പബ്ലിഷിംഗ് കമ്പനീസ്. പബ്ലിഷിംഗ് കമ്പനീസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, ഇത് മൂന്നിൽ ഒരെണ്ണം വേണം. ഇനി നമുക്കറിയാം മീനിങ് വെച്ച് നോക്കുമ്പോൾ അവനവന്റെ ബുക്ക് എന്ത് ചെയ്തു? കുറച്ച് പബ്ലിഷിംഗ് കമ്പനി ലിസ്റ്റിലേക്ക് അയച്ചു കൊടുത്തു. ഈ മീനിങ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മുടെ ആൻസർ എ ഫ്യൂ എന്നുള്ളതായിരിക്കും. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഷീ ഹാസ് ടു ഡ്രിങ്ക് ഡാഷ് ഗ്രീൻ ടീ എവറി ഡേ. ഷീ ഹാസ് ടു ഡ്രിങ്ക് ഡാഷ് ഗ്രീൻ ടീ എവറി ഡേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നൗൺ ഗ്രീൻ ടീ എന്നുള്ളതാണ്. ഗ്രീൻ ടീ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഈ 3 പേരിൽ ആരെയെങ്കിലും ഒരാളെ വേണം ഉപയോഗിക്കാൻ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ഗ്രീൻ ടീ കുടിക്കണം. കുറച്ചെന്നുള്ള മീനിങ് ആണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ എ ലിറ്റിൽ എന്നുള്ളതായിരിക്കും. സോ ഷീ ഹാസ് ടു ഡ്രിങ്ക് എ ലിറ്റിൽ ഗ്രീൻ ടീ എവറി ഡേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ നമുക്ക്. ഡാഷ് പെട്രോൾ ലെഫ്റ്റ് ഇൻ ദ ടാങ്ക് വാസ് ഇവോപ്പറേറ്റഡ്. ആദ്യം തന്നെ നോക്കേണ്ടത് ആരുടെ കൂടെ, എന്തിന്റെ കൂടെയാണ്? പെട്രോൾ. പെട്രോൾ എന്ന് പറയുമ്പോഴേ അറിയാം അൺകൗണ്ടബിൾ. സോ എ ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ, ഈ മൂന്നിൽ ഒരെണ്ണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡാഷ് പെട്രോൾ ലെഫ്റ്റ് ഇൻ ദ ടാങ്ക്. ടാങ്കിൽ അവശേഷിച്ചിരുന്ന പെട്രോള് എന്ത് ചെയ്തു? ഇവോപ്പറേറ്റ് ചെയ്തു പോയി. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് കിട്ടുന്നത്? ടാങ്കിൽ എത്ര പെട്രോൾ ഉണ്ടായിരുന്നോ ആ അവശേഷിച്ച പെട്രോൾ മുഴുവൻ എന്ത് ചെയ്തു? ഇവോപ്പറേറ്റ് ചെയ്തു പോയി എന്നുള്ള മീനിങ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മളിവിടെ ആരെ കൊടുക്കണം? ദ ലിറ്റിൽ പെട്രോൾ. ടാങ്കിൽ എത്രമാത്രം പെട്രോൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ എന്ത് ചെയ്തു? ഇവോപ്പറേറ്റ് ചെയ്തു പോയി. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഡാഷ് ബേർഡ്സ് seen in the cage were killed by a cat. ഓൾറെഡി ബേർഡ്സ് എന്നുള്ളത് കൗണ്ടബിൾ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടിൽ കാണപ്പെട്ട കിളികളെയെല്ലാം എന്ത് ചെയ്തു? ഒരു പൂച്ച കൊന്നു. സോ കൂട്ടിൽ എത്രമാത്രം കിളികൾ ഉണ്ടായിരുന്നോ അവരെയെല്ലാം എന്നുള്ള മീനിങ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ആരെ കൊടുക്കണം? ദ ഫ്യൂ ബേർഡ്സ്. എന്താണ്? കൂട്ടിലുണ്ടായിരുന്ന കിളികളെ മൊത്തം, അവശേഷിച്ച കിളികളെ മൊത്തം ക്യാറ്റ് എന്ത് ചെയ്തു? കൊന്നു. അപ്പം ദ ഫ്യൂ ബേർഡ്സ് സീൻ ഇൻ ദ കേജ് വർ കിൽഡ് ബൈ എ ക്യാറ്റ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ആഡ് ഡാഷ് ഷുഗർ ടു മൈ ടീ.
ഓൾറെഡി ഷുഗർ ആണ്, ഷുഗർ അൺകൗണ്ടബിൾ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ചായയിലേക്ക് നമ്മൾ നോർമലി പറയുന്നത് കുറച്ച് ഷുഗർ ആഡ് ചെയ്യൂ എന്നാണ് പറയുന്നത്. കുറച്ച് ഷുഗർ എന്നർത്ഥം കിട്ടണമെങ്കിൽ നമ്മളിവിടെ ആരെ ഉപയോഗിക്കണം? എ ലിറ്റിൽ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഏതാണ്? എ ലിറ്റിൽ ഷുഗർ. അടുത്ത നോക്കിക്കേ, ഷീ ഹാഡ് ഡാഷ് മണി വിത്ത് ഹെർ ആൻഡ് വാസ് സ്റ്റാർവിങ്. എന്താണ്? ഷീ ഹാഡ് ഡാഷ് മണി വിത്ത് ഹെർ ആൻഡ് വാസ് സ്റ്റാർവിങ്. മണി എന്നുള്ളതിനെ നമ്മൾ എപ്പോഴും അൺകൗണ്ടബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഈ മൂന്നിലൊരെണ്ണമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൽ ഏത് വേണം എന്നുള്ളതിനുള്ള ക്ലൂ ആ സെന്റൻസിന്റെ അവസാന ഭാഗത്ത് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഷീ വാസ് സ്റ്റാർവിങ്. അവൾക്ക് വിശക്കുന്നുണ്ട്, അവൾക്ക് വിശന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവളുടെ കയ്യിൽ എന്തില്ല? മണിയില്ല അല്ലേ? മണി ഉണ്ടായിരുന്നെങ്കിൽ അവൾ വിശന്നിട്ടിരിക്കുവോ? ഇല്ല. ആ പണി കൊടുത്ത് അവൾ ഫുഡ് വാങ്ങിച്ച് കഴിച്ചേനെ. അപ്പൊ മണി ഇല്ലാത്തത് കൊണ്ടാണ് അവൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിശന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെ കൊടുക്കും? ഷീ ഹാഡ് ലിറ്റിൽ മണി. പൈസ ഇല്ല, അതുകൊണ്ട് അവൾ എന്ത് ചെയ്തിരിക്കുന്നു? വിശന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഡാഷ് ഗ്രെയിൻ ദേ ഹാഡ് വാസ് ഡാമേജ്ഡ് ബൈ റെയിൻ. ഗ്രെയിൻ എന്നുള്ളത് അൺകൗണ്ടബിൾ. ഓക്കെ, ധാന്യം എന്നുള്ള അർത്ഥമാണ്. സോ ഡാഷ് ഗ്രെയിൻ ദേ ഹാഡ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രെയിൻ അതെന്ത് ചെയ്തു? റെയിനിൽ ഡാമേജ്ഡ് ആയിപ്പോയി. സോ അവരുടെ കയ്യിൽ എത്രമാത്രം ഗ്രെയിൻ ഉണ്ടായിരുന്നോ അത് മുഴുവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ദ ലിറ്റിൽ ഗ്രെയിൻ. എന്ത് വരും? ദ ലിറ്റിൽ ഗ്രെയിൻ ദേ ഹാഡ് വാസ് ഡാമേജ്ഡ് ബൈ റെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ഡാഷ് വേർഡ്സ് ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് ഫ്രണ്ട്സ്. In dash words he expressed his gratitude to his friends. വേർഡ്സ് ആണ്. വേർഡ്സ് എന്നുള്ളത് കൗണ്ടബിൾ ആണ്. സെന്റൻസിന്റെ മീനിങ് നോക്കുമ്പോഴേ നമുക്കറിയാം അവൻ അവന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, അവന്റെ ഫ്രണ്ട്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു. എങ്ങനെ എക്സ്പ്രസ് ചെയ്തു? കുറഞ്ഞ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ എ ഫ്യൂ വേർഡ്സ് എന്നാണ് മീനിങ് വരുന്നത്. എ ഫ്യൂ വേർഡ്സ്. അടുത്തതോ, there is dash water left in the bucket. You can use it. വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. എന്താ പറഞ്ഞിരിക്കുന്നത്? യു ക്യാൻ യൂസ് ഇറ്റ്. നിനക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം there is a little water left in the bucket. ബക്കറ്റിൽ കുറച്ച് വെള്ളം അവശേഷിച്ചിട്ടുണ്ട്, നിനക്കത് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. സോ there is a little water left in the bucket. അടുത്ത നോക്കിക്കേ. ബ്രസീലിയൻ ടീം ആർ എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ ഫൈനൽസ് വിത്ത് ഡാഷ് ഡിഫിക്കൽറ്റി. ആ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിവിടെ എടുത്തെഴുതിയത്. അപ്പം ലാസ്റ്റ് വരുന്നത് വിത്തിന് ശേഷം ഡാഷ് ഡിഫിക്കൽറ്റി എന്നാണ് വരുന്നത്. അപ്പൊ ബ്രസീലിയൻ ടീം ആർ എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ ഫൈനൽസ് വിത്ത് ഡാഷ് ഡിഫിക്കൽറ്റി. ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അൺകൗണ്ടബിൾ ആണ്. ഇനി എങ്ങനെയാണ്? നമുക്കിവിടെ കുറച്ച് ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യാം അല്ലെ? ബ്രസീലിയൻ ടീമിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ഡിഫിക്കൽറ്റിയും ഇല്ലാതെ ഫൈനലിലേക്ക് എത്തും എന്നാണോ? കുറച്ച് ഡിഫിക്കൽറ്റിയോടുകൂടെ ഫൈനലിലേക്ക് എത്തുമെന്നാണോ? സാധാരണ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം ഗുഡാണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫിക്കൽറ്റിയും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് അവർ ഫൈനലിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇവിടെ വരും ലിറ്റിൽ ഡിഫിക്കൽറ്റി. എന്ത് വരും? ലിറ്റിൽ ഡിഫിക്കൽറ്റി. യാതൊരു ഡിഫിക്കൽറ്റിയും ഇല്ലാണ്ട് അവർ ഫൈനലിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വളരെ പ്രധാനപ്പെട്ട 6 അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മളിവിടെ കണ്ടത്. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, അതുപോലെ തന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ യൂസേജ് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ തന്നെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ഓൾ, ബൈ.